ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രപ്പോസ് മിഷനുകളിലും ഇടവകകളിലൊക്കെ നമ്മൾ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അപചയങ്ങൾ കാണിക്കാതിരിക്കുക അസാധ്യമായി വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ബലിയർപ്പിച്ച ശേഷം എനിക്കറിയാം പല ദേവാലയങ്ങളും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകുന്നു. മിക്ക കുർബാനകൾ നടക്കുന്നത് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ദേവാലയങ്ങളിലാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ഓൾറെഡി വർഷങ്ങളായിട്ട് കുർബാന അർപ്പിച്ചതിൻ്റെയും പ്രാർത്ഥനകൾ ഉയർന്നതിൻ്റെയും ആരാധനകൾ ഉയർന്നതിൻ്റെയും എല്ലാം സാങ്ക്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പലപ്പോഴും പരിശുദ്ധമായി തന്നെയാണ് ആചരിക്കുന്നത്. പക്ഷേ എന്നാൽ ചില മാസ് സെൻറ്റേഴ്സ്, ചില ചാപ്പലുകളിലൊക്കെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഞായറാഴ്ച മാത്രം ബലിയർപ്പിച്ചിരിക്കുന്ന ഇടവകളിലൊക്കെ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപചയമാണ് ദിവ്യബലിക്ക് ശേഷം അവിടെ ഇരിക്കുന്ന സക്രാരിയിലിരിക്കുന്ന ഈശോയെ മാനിക്കാതെ, ആ ദേവാലയത്തിൻ്റെ പവിത്രത മാനിക്കാതെ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അത് പല സ്ഥലങ്ങളിലും അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സജീവനായ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ ദുഷിക്കുകയും ദൈവം നിന്ന് നടത്തുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പരിശീലിപ്പിച്ചത് കുർബാന കഴിഞ്ഞ ശേഷം കുറച്ചു നേരം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ദിവ്യനാഥനെ ആരാധിക്കുക, അതിനുശേഷം അവിടെയുള്ള ഗ്രോട്ടോകളിൽ പോവുക, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, യേശുപിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇടവക മധ്യസ്ഥൻ്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ചില സ്ഥലങ്ങളിലെങ്കിലും കുർബാന കഴിഞ്ഞ ഉടനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ലാഘവത്തോടെ വർത്തമാനവും വിശേഷം പറച്ചിലും അത് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും ഉള്ള ഒരു മാന്യതയോ മര്യാദയോ ഇപ്പോൾ നമ്മൾ കാണിക്കാറില്ല. അത് അൺഫോർച്ചുനേറ്റ്ലി അസഹനീയമാണ്. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കൊടുക്കുന്നതാണ്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ഉം 7-ഉം ഞാൻ വായിക്കാം. അവിടെ വചനം പറയുന്നത് ആരാധനയിലെ അപാകതകളെക്കുറിച്ചാണ് പറയുന്നത്. പുത്രൻ പിതാവിനെയും യജമാനൻ ദാസനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമായി നിങ്ങൾ കരുതി. പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് അതല്ലേ. ഈ പുരോഹിതന്മാരെ എന്ന് പറയുമ്പം പുരോഹിതന്മാരും നമ്മളും പുരോഹിതരാണ് കേട്ടോ. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് രാജകീയ പുരോഹിത ഗണമായിട്ടാണ്. ഒരപ്പൻ എന്നുള്ളൊരു വീട്ടിലെ പുരോഹിതനാണ്. അവനാണ് അപ്പനെ മക്കളെ വചനം പഠിപ്പിക്കേണ്ടതും വിശ്വാസം പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടവൻ. അപ്പം നമ്മളും പുരോഹിതരാണ്. അപ്പോൾ നമ്മളിവിടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ബലിപീഠത്തെ നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെ അർപ്പിക്കപ്പെട്ട ആ ബലി അവിടെ ഇരിക്കുന്ന സക്രാരിലിരിക്കുന്ന ഈശോയോടുള്ള ആ ആദരവും ബഹുമാനവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ? ഞാൻ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം വായിക്കാം. 42:13 പറയാണ്, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം, ദേവാലയം വിശുദ്ധമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെയാണ് താൻ. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ്, ദൈവമക്കളായി നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മുടെ സക്രാരിയിരിക്കുന്ന നമ്മുടെ പിതാവിനെ നമ്മൾ ബഹുമാനിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്ക്ടിറ്റി അത് ക്രമേണ നഷ്ടപ്പെടുകയാണ്. അവിടെ ദൈവസാന്നിധ്യമില്ല. ദൈവത്തെ അംഗീകരിക്കാത്തടത്ത് ദൈവസാന്നിധ്യമില്ല. ആ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവവേദിയാകാൻ സാധ്യമല്ല. അപ്പോൾ അതെങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവവേദിയാവും? പ്രിയ സഹോദരങ്ങളെ, മക്കൾക്കുള്ള നമ്മൾ കൊടുക്കുന്ന മാതൃക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്കായുടെ സുവിശേഷം 17:1-2 വചനം പറയാണ്, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആര് മൂലം ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ ദേവാലയത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വന്ന് ദേവാലയത്തിൽ ഇതൊക്കെ കഴിയുമ്പോൾ അടുത്തത് എന്താണ്? ഇപ്പം പല ദേവാലയങ്ങൾ നടക്കുന്ന കാര്യമാണ്.
അവിടെ നടക്കുന്ന സ്നേഹവിരുന്ന് അല്ലെങ്കിൽ കാപ്പി സൽക്കാരത്തിൽ നിന്ന് കാപ്പിയും എടുത്തുകൊണ്ടാണ് പിള്ളേർ ദേവാലയത്തിൽ ബിസ്ക്കറ്റ് എടുത്തു വന്ന് പിള്ളേർ ദേവാലയത്തിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്നു, അൾത്താരേക്കാൾ കയറി നടക്കുന്നു, ആരും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് ദുർമാതൃകയല്ലേ പ്രിയ സഹോദരങ്ങളെ? ഇത് നമ്മൾ ഗവനിക്കേണ്ടേ, നമ്മൾ മാനിക്കേണ്ടേ, നമ്മളിതിന് പരിഹാരം കാണണ്ടേ, നമ്മൾ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് കിട്ടിയ ആ ചൈതന്യം, നമുക്ക് കിട്ടിയ പരിശീലനം, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നമ്മുടെ ഹൃദയത്തിലുള്ള ഈശോയെ നമ്മൾ ആരാധിക്കുന്നതും ഈശോയോട് പ്രാർത്ഥിക്കുന്നതും അവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് പോയി നമ്മൾ നമ്മുടെ ബഹുമാനം അർപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾ കാണണം. വിശുദ്ധ ദേവസ്വപിതാവിനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ മക്കൾ കാണണം. മക്കളെ കൂട്ടിക്കൊണ്ട് പോകണം. അവരും പരിശീലിക്കട്ടെ. അവരും പരിശീലിച്ചാലേ ഉള്ളൂ ഒരു വിശ്വാസമുള്ള തലമുറ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട വൈദികരോടായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഈ UK അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങൾ, എന്നെപ്പോലെയുള്ള ഒട്ടുമിക്കവരും 20 വയസ്സിന് മുൻപ് വകതിരിവില്ലാത്ത സമയത്ത് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഇടവകയിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടവരാണ് ജീവിത സാഹചര്യങ്ങളെ കൊണ്ട്. അപ്പോൾ ഒരു പ്രായപൂർത്തിയായി ഒരു ഇടവകയിൽ ഞങ്ങൾ പരിശീലിക്കേണ്ട ആത്മീയ കാര്യങ്ങൾ, കൗദാശിക കാര്യങ്ങൾ, ഇതൊന്നും ഞങ്ങൾ പരിശീലിച്ചിട്ടില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഡൾട്ട്ഹുഡിലേക്ക് വളർന്ന ശേഷം ഞങ്ങൾ പരിശീലിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ കാണേണ്ട ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വിജാതിയരുടെ അടുത്തായിരുന്നു. മിക്കവരും തന്നെ വിജാതിയരുടെ അടുത്തായിരിക്കും. അവിടെ ആരാധനകളായിക്കോട്ടെ കൂദാശകളായിട്ടോട്ടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ വെളിച്ചം, അത് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഈ മിഡിൽ ഏജിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ കത്തിക്കാനായിട്ടുള്ള പരിശ്രമമാണ് മിഷനിലൂടെ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അറിവിൽ വെച്ച് ഞങ്ങൾ ഇടവക നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അപാകതകൾ ഇതല്ല, ഇതിനേക്കാൾ ഭീതിജനകമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തലമുറകളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇവിടെയാണ് നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ശാസിക്കുകയും തിരുത്തുകയും വേണം. ബാബിലോൺ അടിമത്തത്തിൽ 70 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന പ്രവാസികളായ ഇസ്രായേൽക്കാർ, അവർക്ക് കൽപ്പന എന്തെന്നോ ആചാരങ്ങൾ എന്തെന്നോ അനുഷ്ഠാനങ്ങൾ എന്തെന്നോ ഒന്നും അറിയില്ല. എന്തോ ഒന്നുണ്ടെന്നറിയാമല്ല എന്നല്ലാതെ അവരെ കൊണ്ടുവന്നപ്പോൾ അവിടെ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എസ്രാ എന്നൊരു പുരോഹിതൻ അവിടെ ശക്തനായിട്ട് ധീരനായിട്ട് നിന്ന് ശാസിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് മാറ്റമുണ്ടായത്. അവരുടെ വീണ്ടും ഒരു ഇസ്രായേൽ സമൂഹം അവിടെ രൂപപ്പെട്ടു വന്നത്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വചനം, കർത്താവിൻ്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശ്വാസങ്ങളും പ്രമാണങ്ങളും ഇസ്രായേൽ പഠിപ്പിക്കാനും അവൻ ഉത്സുകനായിരുന്നു. അവൻ അവരെ അവിടുത്തെ വചനങ്ങളും ചട്ടങ്ങളും അവരുടെ ആചാരങ്ങളും എല്ലാം അവൻ പഠിപ്പിച്ചിരുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ വിദേശ ദേശങ്ങളിൽ കുടിയേറിയിരിക്കുന്ന ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും കുറച്ച് പേരുണ്ട് എല്ലാം അറിയാമെന്ന് ഭാവിച്ചുകൊണ്ട് സഭയെ എതിർക്കുന്നവരും കുദാശകളെ നിഷേധിക്കുന്നവരും പിതാക്കന്മാരെ ഡിസോൺ ചെയ്യുന്നവരും വൈദികർക്കെതിരെ അസഭ്യം ഉണ്ടാവില്ല എന്നുള്ളതല്ല. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടത് ഒരു കാരണവശാലും നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഒത്തിരിയേറെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. നിങ്ങൾ ഉള്ളിലുള്ള ഭയമെല്ലാം മാറ്റിവെച്ച് ദൈവം നിങ്ങളെ നൽകിയിരിക്കുന്ന ആ ആത്മാവിൻ്റെ ചൈതന്യവും ധൈര്യവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനവും അറിവും നിങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരണം. കാരണം മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വചനം, ആ പുരോഹിതൻ്റെ നാവിൽ യഥാർത്ഥ പ്രബോധനമുണ്ടായിരുന്നു. അവൻ്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ വ്യാപരിച്ചു. അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു. ഞങ്ങളെ ഞങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന്, ഇതുപോലെയുള്ള ദൈവനിന്ദാപരമായ പ്രവൃത്തികളിൽ നിന്ന് ശാസിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് അതിനുവേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ. ഞങ്ങൾ വന്ന് 1 വർഷമായിട്ട് കുമ്പസാരിക്കാതെ വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ അതൊന്ന് അന്വേഷിക്കേണ്ടേ, എത്ര നാളായി കുമ്പസാരിച്ചിട്ടുണ്ട്, മാരകപാപത്തോടു കൂടിയാണോ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവിടെ വന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ? അതിന് ജനറലായിട്ടൊരു പ്രബോധനം തരണ്ടേ? കുമ്പസാരിക്കാതെ മാരകപാപത്തോടു കൂടി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിത്യമരണത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം?
ഇതെല്ലാം പറഞ്ഞു തരേണ്ടത് അൾത്താരയിൽ നിന്നുകൊണ്ട്, അൾത്താരയിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷനായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങളെ ശാസിക്കണം, ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തണം. വീണ്ടും 7-ാമത്തെ വചനം പറയുകയാണ്, പുരോഹിതൻ അതിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം, അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ചെയ്യണം. ദയവായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം. അറിവില്ലാത്ത കാര്യങ്ങൾ, പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും നമ്മളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു അറിവില്ല. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം വിശ്വാസം യുക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വിശ്വാസ സംബന്ധമായ അടിത്തറയുണ്ടെന്നുള്ള ബോധ്യം നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മൾ പകർന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വീണ്ടും നെഹമ്യ 8-ാം അധ്യായത്തിൽ ജനത്തെ എസ്ര ആരാധിക്കാൻ ആധികാരികമായി പഠിപ്പിക്കുന്നതാണ്. 70 വർഷം പ്രവാസങ്ങളിൽ ജീവിച്ച ജനത്തെ അവൻ വീണ്ടും ഇസ്രായേൽ ജനമായിട്ട് അവരെ വളർത്തി രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കണം. വിശ്വാസത്തിൽ സാക്ഷ്യം വഹിക്കണം, ദൈവഭക്തിയിൽ സാക്ഷ്യം വഹിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ സാക്ഷ്യം വഹിക്കണം. നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയത് നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ, വിശ്വാസത്തിൻ്റെ ഈ കുഞ്ഞു നഗറ്റ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു കൂട്ടങ്ങളായിട്ട് മാറും. നമ്മുടെ ദിവ്യബലി എന്നുള്ളത് വെറും ഒരു ചടങ്ങുകളായിട്ട് മാറും. അടുത്ത ജനറേഷൻ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കതൊരു വെറും ചടങ്ങ്, അതായത് ഒരു ചടങ്ങ് പ്രോഗ്രാം കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത കൂട്ടായ്മ കഴിഞ്ഞ ശേഷം ഒരു പ്രാർത്ഥനയും ഒരു ആരാധനയും ഒരു സ്തുതിപ്പും കഴിഞ്ഞ ശേഷം കുറച്ച് ബഹളം വെച്ച ശേഷം ഇരുന്ന് തീറ്റയും കൂടിയും ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഇടവക സംവിധാനം, സഭാ സംവിധാനങ്ങൾ കൂപ്പുകുത്തും. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം ഉണ്ടായത് പാരലായിട്ടൊരു മറ്റൊരു സഭാ സംവിധാനം ഉണ്ടാകുവാനോ, അതല്ലെങ്കിൽ ഈ സഭാ സംവിധാനത്തെ, ഇടവക സംവിധാനത്തെ മാറ്റിമറിക്കുവാനോ, ആരാധനയെ, ദിവ്യബലിയെ നിർമ്മാർജ്ജനം ചെയ്യുവാനോ അല്ല. പ്രൈസ് ആൻഡ് വർഷിപ്പിലോ ആരാധനയെ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന ആ പരിശുദ്ധ ബലിയെ സജീവമാക്കാനും നമ്മുടെ ഇടവക വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വലിയ ദൈവസാന്നിധ്യം ദിവ്യകാരണത്തിലൂടെ അനുഭവവേദ്യമാക്കാനും നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളിലെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാക്കുവാനുമാണ് സഭയിൽ നവീകരണം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്ന് പലതും തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ കൊണ്ടുപോകുന്നു. പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ അപചയങ്ങൾ നമ്മളുടെ ഇന്ന് ഇടവകളിലും നമ്മുടെ സഭാ സംവിധാനങ്ങളിലും ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ആകയാൽ പ്രിയ മാതാപിതാക്കളെ, നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ ആ ദൈവഭക്തിയും വിശ്വാസ ചൈതന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇടവകളിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം, കുർബാനയ്ക്ക് ശേഷം സ്വസ്ഥവും ശാന്തമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൽ ആരാധിക്കുന്നത്, ദൈവഭക്തിയിൽ ദൈവത്തെ പൂജിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അവിടെ ബഹളം വെച്ചാൽ 1-2 പേർക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് സാധിക്കും? നമ്മുടെ അവിടെ നിന്ന് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ എങ്ങനെ മാതാവിൻ്റെ സ്റ്റാറ്റിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഗ്രോട്ടയുടെ അടുത്ത്, ദേവസ്വപിതാവിൻ്റെ അടുത്ത്, ഇടവക മധ്യസ്ഥൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് സാധിക്കും? അതുകൊണ്ട് ഇടവകയിൽ ദിവ്യബലിക്ക് ശേഷം ആ ബലിപീഠത്തെ ദയവായിട്ട് നിന്ദിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അത് നിന്ദിക്കുന്ന കാണുമ്പോൾ ശക്തമായിട്ട് താക്കീത് കൊടുക്കാൻ വൈദികർക്ക് ശക്തി ഉണ്ടാകട്ടെ. ഒപ്പം കുർബാനയിൽ ഇത് നിൽക്കേണ്ട സമയത്ത് നിൽക്കാതെ ഇരിക്കുന്ന കാണുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും എഴുന്നേൽക്കും. നിങ്ങൾ ഞങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ വിളിക്കപ്പെട്ടവരല്ല, എന്നാൽ ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. നിങ്ങൾ ഡെമോക്രസിയുടെ ഭാഗമല്ല. നിങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ്. ഞങ്ങളെ ശാസിക്കാനും ഞങ്ങളെ തിരുത്താനും ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കാനും കൂദാശകളിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാനും വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ആകയാൽ ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഞങ്ങളെ ശാസിക്കണം, ഞങ്ങളെ തിരുത്തണം, ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. ഒപ്പം പ്രിയ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി ദേവാലയത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അനുഷ്ഠിക്കാം. ഒപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. ഒരടുത്തുള്ള സെമിറ്ററിയിലേക്ക് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി, പ്രത്യേകിച്ച് നവംബർ മരിച്ച വിശ്വാസികളുടെ മാസം അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ.
അപ്പോൾ എങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും അവരവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം. പകരം നമ്മൾ ഉതപ്പ് കൊടുക്കാതെ കുഞ്ഞുങ്ങളെ തള്ളിവിടാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പം നമ്മൾ ഈ UK ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ന് അനേകം ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 10, 70 അല്ലെ 80, 100 ഈ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക കത്തോലിക്ക ദേവാലയങ്ങളും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത്, പണിയപ്പെട്ടത്. ഇതാരാണ് പണിത്? 3ഉം 4ഉം മുൻപുള്ള ജനറേഷനാണ്, പിതാക്കന്മാരാണ് ഇത് പണിതത്. അവിടെ അവർക്ക് അപജയം പറ്റി? ഈ ബലിപീഠത്തെ നിന്ദിച്ചതാണ് അപകടം പറ്റിയത്. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ കുദാശകളെയും ബലിപീഠത്തെയും നമ്മൾക്ക് നിന്ദിക്കാതിരിക്കാൻ പരിശ്രമിക്കാം. നമുക്ക് അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും നമുക്ക് പരിശീലിക്കാം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഭാവിയുള്ളൊരു പ്രത്യാശയുള്ളൊരു ഭാവിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. നമ്മുടെ തലമുറകൾ ഈ ദേശത്ത് നിൽക്കും. ദേവാലയങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല. ഇന്ന് അടഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവാലയങ്ങൾ മറ്റ് മതസ്ഥർ കരസ്ഥമായി അതല്ല വിഷയം നിത്യജീവനാണ്. നിത്യജീവൻ നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു കൂട്ടായ്മ നമുക്ക് ഈ ദേശത്ത് വേണം. കാരണം ഈ ദേശത്തെ അരൂപി വിശ്വാസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മയാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കൂട്ടായ്മകളാണ് ഈ ദേശത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു വിശ്വാസ സമൂഹം വേണം. അത് ഇടവകയിലേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, സ്ഥായിയായ വിശ്വാസ സമൂഹം ഇടവകയിലെ മിഷനിലേ ഉള്ളൂ. അത് നമ്മൾ ശക്തിപ്പെടുത്തണം. പ്രിയ മാതാപിതാക്കളെ, പിതാക്കന്മാരെ, നമ്മളത് ശക്തിപ്പെടുത്തണം. നമ്മൾ ഒന്നിച്ച് അധ്വാനിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, സഭയെ ശക്തിപ്പെടുത്തണം, സഭാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണം. നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശ വിശ്വാസ സംവിധാനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം, അതിനെ മാനിക്കണം, ബഹുമാനിക്കണം. ബലിപീഠത്തെ നമുക്ക് മാനിക്കാം. കാരണം ബലിപീഠത്തെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ്. നമ്മൾ ഒരു ആരാധന സമൂഹമാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ, അവരുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കട്ടെ. അങ്ങനെ നിത്യജീവനിലേക്ക് നമ്മൾ എന്നേക്കും വിളിക്കപ്പെട്ടവരാകട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്തി ജീവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.